കുരുക്ഷേത്രത്തിൽ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരും മറുഭാഗത്ത് കണ്ട അർജുനൻ പ്രിയമാർന്ന പിതാമഹന്മാരെയും മാതുലന്മാരെയും സഹോദരങ്ങളെയും മിത്രങ്ങളെയും ഒന്നും തന്നെ നേരിടുവാനോ അവരെ വധിക്കുവാനോ കഴിയാതെ പരാജയം കാക്ഷിച്ചുകൊണ്ട് ആയുധവും ഉപേക്ഷിച്ചുകൊണ്ട് തേർത്തട്ടിൽ കണ്ണീർ പൊഴിച്ച് ഉപവിഷ്ടനായിരിക്കുന്നു. അർജുനന്റെ ഈ വിഷാദം മനസ്സിലാക്കുന്ന ദർശിക്കുന്ന സാക്ഷാൽ പാർത്ഥസാരഥി പാർത്ഥനോടായി ഇപ്രകാരം പറയുന്നു: അർജുന, ആര്യന്മാർക്ക് ഒട്ടും തന്നെ യോജിക്കാത്ത അകീർത്തികരവുമായ ഈ ബുദ്ധിഭ്രമം നിനക്ക് എങ്ങനെ ഉണ്ടായിരിക്കുന്നു? പാർത്ഥനാകുന്ന ശത്രുനാശക, ഹൃദയ ദൗർബല്യം വിട്ട് നീ എഴുന്നേറ്റാലും. കൃഷ്ണന്റെ ഈ വാക്കുകൾ ശ്രവിച്ച അർജുനൻ വീണ്ടും ഒരു ക്ഷണം നെടുവീർപ്പിട്ട് നിറകണ്ണുകളോടെ കണ്ണനോടായി: ശത്രുഘാതകനായ മധുസൂദന, പൂജാർഹരാകുന്ന ഭീഷ്മപിതാമഹനും ഗുരുവര്യനാകുന്ന ദ്രോണരും, അവരെയൊക്കെ നാം എപ്രകാരം മൂർച്ചയേറിയ അമ്പുകളാൽ വധിക്കും? അല്ലെങ്കിൽ അവരെ നേരിടും? മഹാത്മാക്കളാകുന്ന ഗുരുക്കന്മാരെ ഹനിക്കുന്നത് ഭിക്ഷയാചിക്കുന്നതിന് തുല്യമാകുന്നു. അതാകുന്നു ശ്രേയസ്കരമായ കാര്യവും. ഗുരുവധം നടത്തിയിട്ട് അർത്ഥ കാമസ്വരൂപങ്ങൾ, രക്തം പുരണ്ടാത്തതുമായ ഭോഗങ്ങളെ ഈ ധരണിയിൽ വെച്ച് തന്നെ ഭുജിക്കണമെന്നാണോ? രണ്ടിലൊന്ന് എന്തായാലും സംഭവിക്കും. ഒന്നെങ്കിൽ നാം പരാജിതനാകും, അല്ലെങ്കിൽ നാം വിജയിക്കും. എങ്കിൽ അവരെ വധിച്ചിട്ടാണോ നാം വിജയിക്കേണ്ടത്? നമ്മുടെ സഹോദരന്മാരെ ഇല്ലാതാക്കിയിട്ട് വേണോ നമ്മൾ ജീവിക്കേണ്ടത്? ദൈന്യത കൊണ്ട് ബുദ്ധി കെട്ടവനും ധർമ്മവിഷയത്തിൽ വിവേകം കെട്ടവനുമാകുന്ന നാം മാധവ അങ്ങയോട് ആരായുന്നു, അങ്ങയുടെ ശിഷ്യനായിക്കൊള്ളുന്നു നാം. അങ്ങ് നമ്മെ ഒന്ന് ഉപദേശിച്ചാലും. അർജുന വിഷാദം മനസ്സിലാക്കുന്ന ശ്രീകൃഷ്ണൻ ഒരു മന്ദഹാസത്തോടു കൂടി ഇപ്രകാരം അരുൾ ചെയ്തു: മനുഷ്യനിൽ എപ്രകാരമാകുന്നുവോ കൗമാരവും യൗവനവും ജരാനരകളും ഉണ്ടാകുന്നത്, അതുപോലെ തന്നെയാകുന്നു ദേഹാന്തര പ്രാപ്തിയും. മരണത്തിൽ ഒരിക്കലും ഒരു ധീരൻ ഭയപ്പെടുകയില്ല. കുന്തിപുത്ര, ഇന്ദ്രിയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ സുഖ ദുഃഖ ശീതോഷ്ണങ്ങൾ നൽകുന്നു. എന്നാൽ അവ വന്നും പോയിരിക്കുന്നു, അവ അനിത്യമാകുന്നു. അതിനാൽ തന്നെ ഭാരതശ്രേഷ്ഠനാകുന്ന അർജുന, നീ അവയെ നിർവികാരമായി സഹിച്ചുകൊള്ളുക. ആത്മാവിന് ഒരിക്കലും നാശമുണ്ടാകുകയില്ല. ഈ ആത്മാവ് ഒരിക്കലും നശിക്കത്തുമില്ല, മരിക്കുന്നില്ല, ജനിക്കുന്നില്ല, ജനിച്ച ശേഷം വീണ്ടും മരിക്കാതിരിക്കുന്നതുമില്ല. നിത്യസ്ഥിരനാകുന്നു ആത്മാവ്. ശരീരം ഹതമാകുമ്പോൾ അത് ഹനിക്കപ്പെടുന്നുമില്ല. അതിനാൽ തന്നെ പാർത്ഥ, ഒരുവൻ മറ്റൊരുവന്റെ ആത്മാവിനെ എപ്രകാരം വധിക്കുവാൻ സാധിക്കുന്നു? അതൊരിക്കലും അസംഭവ്യമാകുന്ന കാര്യമാകുന്നില്ല എന്ന് നീ ധരിച്ചാലും. മനുഷ്യൻ എപ്രകാരമാകുന്നുവോ നശിച്ച വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊന്നിനെ അണിയുന്നുവോ, അതുപോലെ തന്നെയാകുന്നു ആത്മാവും ജീർണിച്ച ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊന്നിനെ സ്വീകരിക്കുന്നത്. ഈ ആത്മാവിനെ ഒരായുധത്താലും മുറിവേൽപ്പിക്കാനോ, കാറ്റിന് ഉണക്കുവാനോ, അഗ്നിക്ക് പൊള്ളലേൽപ്പിക്കുവാനോ, ജലത്തിന് നനയ്ക്കുവാനോ സാധിക്കുന്നില്ല. ജനിച്ച ഒരുവന് മരണവും മരിച്ച ഒരുവന് ജനനവും സുനിശ്ചിതമാകുന്നു. അവയ്ക്ക് പരിഹാരമില്ല. പരിഹാരമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് വ്യസനിക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല എന്ന് നീ മനസ്സിലാക്കിയാലും. ജനനത്തിനു മുൻപ് ആത്മാവ് അവ്യക്തമായ സ്ഥിതിയിലേക്ക് നിലകൊള്ളുന്നു. എന്നാൽ ജനനത്തിന് ശേഷം അവ വ്യക്തവും ആകുന്നു. അതിനുശേഷമുള്ള മരണത്തിൽ വീണ്ടും ആത്മാവ് അവ്യക്തം കൈവരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ആത്മാവിനെ ഒരു അത്ഭുത വസ്തുവായി കണക്കാക്കേണ്ട യാതൊരുവിധ കാര്യവും ഉണ്ടാകുന്നില്ല. ഇങ്ങനെയാകുന്നു ആത്മാവിനെ കുറിച്ചുള്ള മാഹാത്മ്യം ഗീതാ മാഹാത്മ്യത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നത്.